കുഴയാൻ പോകുന്നത് നമ്മളാണല്ലോ അച്ചായ. ആ ശ്യാമിന്റെ മുഖത്ത് നമ്മൾ എങ്ങനെ നോക്കും? ഇത്രയും കാലം നമ്മൾ അയാളെ പൊട്ടം കളിപ്പിക്കായിരുന്നു ശ്യാമിന് തോന്നൂലേ? നമ്മൾ എന്ത് മറുപടി പറയും? മുഖത്തു നോക്കുന്നതിലോ മറുപടി പറയുന്നതിലോ ഒന്നും അല്ലല്ലോ മോളിക്കുട്ടി കാര്യം. നമ്മുടെ പ്രതീക്ഷകളൊക്കെ വീണ്ടും മങ്ങുകയല്ലേ. സാവകാശം എന്നൊക്കെ പറഞ്ഞ് അവൾ വീണ്ടും നമ്മളെ പറ്റിക്കുകയാണ്. അങ്ങനെയൊന്നും ആയിരിക്കില്ല. പെട്ടെന്ന് ഇങ്ങനെയൊക്കെ കേട്ടപ്പം അവൾ വല്ലാതായിട്ടുണ്ടാവും. അതാ. ശ്യാം എല്ലാം മനസ്സിലാക്കി ഉടനെ കയറി വന്നാലോ? അപ്പോ ആകെ കുഴപ്പമാവില്ലേ മോളി? ക്ലാര എങ്ങനെ പ്രതികരിക്കുമെന്ന് കൂടി ഉറപ്പില്ലല്ലോ. അതാ എന്റെയും പേടി. ഇപ്പോഴിപ്പോ ശ്യാമിനോടുള്ള അവളുടെ പെരുമാറ്റം പോലും ഒരു പ്രത്യേക രീതിയിലാ. ആ സ്ഥിതിക്ക് അങ്ങനെ വല്ലോ അയാളത്തെ കാര്യം പറയാനുണ്ടോ? ശ്യാമ അയ്യരെ കാണാതിരുന്നാ മതിയായിരുന്നു. കാണും. ശ്യാം അയാളെ കാണുക തന്നെ. അതാ ശ്യാം. അച്ചായൻ പറഞ്ഞതുപോലെ ശ്യാമിന് നമ്മളെ സംശയമുണ്ടെന്ന് തന്നെ എനിക്കും തോന്നുന്നേ. ഇല്ലെങ്കിൽ പിന്നെ ക്ലാരയെ കാണാൻ പള്ളിയിലേക്ക് ചെന്നതും ഓഫീസിൽ വെച്ചും കോർട്ടിൽ വെച്ചും ഒക്കെ അച്ചായനെ കണ്ടിട്ടും അച്ചായൻ വരുന്നതിന് മുമ്പേ എന്നെ കാണാനായി ഇവിടേക്ക് ഓടി വന്നൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്കും അങ്ങനെ തന്നെയാ തോന്നുന്നേ അച്ചായ. ശരിയായിരിക്കും. അല്ലെങ്കിൽ ആ അയ്യരെ തിരിച്ചറിഞ്ഞ ഉടനെ ശ്യാം അയാളെ ട്രേസ് ചെയ്യുന്നതിന് പകരം എൻ്റെ അടുത്തേക്ക് ഓടി വരില്ലായിരുന്നല്ലോ. അപ്പോഴെങ്കിലും ഞാൻ എന്തെങ്കിലും പറയുന്നെങ്കിൽ പറയട്ടെ എന്ന് ശ്യാം കരുതിയിട്ടുണ്ടാകും. നമ്മളാണല്ലോ അച്ചായ ധർമ്മസങ്കടത്തിലായത്. ശ്യാമിന് ഇപ്പോഴത്തെ അവസ്ഥ കാണുമ്പോൾ പല പ്രാവശ്യമല്ല അയാളോട് തുറന്നു പറഞ്ഞാലോ എന്ന് ഞാൻ ചിന്തിച്ചതാ. പക്ഷേ നമ്മുടെ മോളെ ഓർത്തപ്പോ ജീവിതത്തിൽ ആദ്യമായിട്ടാ മോളെ ഞാനിങ്ങനെ ഒരു കള്ളനെ പോലെ. മനഃപൂർവ്വമല്ലല്ലോ അച്ചായ. അല്ലായിരിക്കാം. പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം അതൊന്നും അല്ല. ശ്യാം എല്ലാ സത്യങ്ങളും അറിഞ്ഞതിന് ശേഷം എന്നോട് വന്ന് അതേക്കുറിച്ച് ചോദിച്ചാൽ ഒക്കെ നിഷേധിക്കണമെന്നാണ് ക്ലാര പറയുന്നത്. പക്ഷേ ഇനി എനിക്കതിന് കഴിയുമെന്ന് തോന്നുന്നില്ല മോളി. ഒരു പക്ഷേ ഞാൻ ശ്യാമിന്റെ മുമ്പിൽ എല്ലാം തുറന്ന് സമ്മതിച്ചു പോയേക്കാം. അപ്പൊ ക്ലാര എന്തോ എനിക്കൊന്നും അറിയില്ല. എന്നാലും ആ ഗംഗക്കുഞ്ഞിന് വന്ന മാറ്റമാ ഞാൻ ഓർക്കുന്നേ. വായി നാക്കണ്ടോന്ന് തപ്പി നോക്കണായിരുന്നു. അത് പോയിട്ടിപ്പോ എന്തൊക്കെയാ പറയുന്നേന്ന് പോലും അതിനൊരു നിശ്ചയമില്ല. ഗംഗേച്ചി പാവം മധു. ആ കഞ്ചനാമ്മ ഓരോന്ന് പറഞ്ഞിട്ടാ ഗംഗേച്ചി ഇങ്ങനെയൊക്കെ ആക്കിയത്. എന്നാലും ഗംഗക്കുഞ്ഞിനൊന്ന് ആലോചിക്കായിരുന്നു. ഒന്നുമില്ലേലും 4 ലക്ഷം പഠിച്ച കുട്ടിയല്ലേ. അവരൊക്കെ പറയുന്നതിലും കാര്യമില്ലേ മധു? എല്ലാത്തിനും കാരണക്കാരി ഞാനല്ലേ. ആഹാ, കുഞ്ഞും തുടങ്ങിയോ? കുഞ്ഞ് എന്ത് ചെയ്തെന്നായി പറയുന്നേ? ശരിയായിരിക്കും മധു. എല്ലാവരും പറയുന്ന പോലെ ഞാനൊരു ജാതകദോഷമുള്ള പെണ്ണ് തന്നെയായിരിക്കും. ഇല്ലെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നല്ലോ. ഇതാ ഇപ്പൊ നന്നായേ. 4 ആള് പറഞ്ഞ ആടും പട്ടിയാവൂന്ന് കേട്ടിട്ടുണ്ട് എന്ന് കരുതി ആട് ശരിക്കും പട്ടിയൊന്നും ആവൂലല്ലോ. എന്റെ കുഞ്ഞെ, ഇതൊന്നുമല്ല. ഈ 2 കല്യാണത്തിനും കഞ്ചനാമ്മ ആദ്യം മുതലേ എതിരായിരുന്നു. എന്തു പുകില ഉണ്ടാക്കിയെന്ന് കുഞ്ഞിനറിയില്ലല്ലോ. പാവ അപ്പുക്കുട്ട സാറിനെ സമ്മതിക്കണം. അപ്പുക്കുട്ട സാറും ഗിരിക്കുഞ്ഞും കടുംപിടുത്തം പിടിച്ചതുകൊണ്ടാ ഇത് നടന്നത് തന്നെ. അതുകൊണ്ടെന്താ, ഗംഗക്കുഞ്ഞിനൊരു ജീവിതം ഉണ്ടായി. അല്ലെങ്കിൽ ഇപ്പോഴും അവിടെ മൂത്തരച്ച് നിന്നേനെ. പക്ഷെ അതൊന്നും ഗംഗക്കുഞ്ഞ് ഇപ്പൊ ഓർക്കാത്തതാ കഷ്ടം. ഗംഗേച്ചിക്കൊരു നല്ല ജീവിതം ഉണ്ടായെന്ന് പറയാൻ പറ്റുമോ മധു? ശ്യാമേട്ട് നല്ലൊരു ഭർത്താവായിരിക്കാം. പക്ഷേ ഗംഗേച്ചിയുടെ സ്വന്തം സഹോദരന് പോലും ഈ ഒരു അവസ്ഥ ഉണ്ടാവാൻ കാരണക്കാര് ഞങ്ങൾ തന്നെയല്ലേ? എന്റെ ശാലുക്കുഞ്ഞെ, വരാനുള്ളത് വഴി തങ്ങില്ലെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? ഇപ്പൊ ശ്യാം സാറിന്റെ ശാലുക്കുഞ്ഞിന്റെ സ്ഥാനത്ത് വേറെ ആർക്കായിരുന്നാലും
ഇങ്ങനെയൊക്കെ തന്നെ സംഭവിച്ചേനെ. ഇല്ലെന്ന് പറയാൻ പറ്റുമോ? അല്ല മാധു, ഒക്കെ എന്റെ കുഴപ്പം കൊണ്ട് തന്നെയാ. മാധുവിനറിയോ, ഞാനുണ്ടായതോടെ ഞങ്ങളുടെ അമ്മ പോലും നഷ്ടപ്പെട്ടത്. അച്ഛൻ എവിടെയാണെന്ന് അറിയില്ല, ജീവിച്ചിരിപ്പുണ്ടോന്ന് പോലും അറിയില്ല. പാവശ്യാമിട്ട് എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു. എന്നെ വിവാഹം കഴിക്കാൻ വന്ന 3 പേരും അപകടത്തിൽപ്പെട്ട് മരിച്ചു. ഇപ്പോഴിതാ കിരീടം ജയിലിലും. എന്റെ ശ്യാമേട്ടന്റെ ജീവിതം പോലും ഞാൻ കാരണമല്ലേ തകർന്നത്. ഒക്കെ എന്റെ ജാതകദോഷം കൊണ്ടാ മാധു. ഞാൻ ജാതകദോഷം ഉള്ളവള് തന്നെയാ. കുഞ്ഞൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ തന്നെ ഇത് പറഞ്ഞ ആ കഞ്ചനാമ്മ ഈ കുഴപ്പങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. ഇനി കുഞ്ഞും കൂടി അത് സമ്മതിച്ചിട്ട് വേണം അവർക്ക് ആവേശം കൂടെ. കുഞ്ഞിനറിയോ, കുഞ്ഞിനെയും ഗിരിക്കുഞ്ഞിനെയും തമ്മിൽ അകറ്റാൻ പോലും പ്ലാൻ ചെയ്തോണ്ടിരിക്കുക അവര്. ഞാൻ എന്റെ ചെവിക്ക് കേട്ടതാ കുഞ്ഞെ. കുഞ്ഞുമായുള്ള ബന്ധം വേർപെടുത്തിയാലേ ഗിരിക്കുഞ്ഞിന് ജീവൻ പോലും തിരിച്ചു കിട്ടുള്ളെന്ന് ആ വാര്യത്തെ ജോഷിച്ച് പറഞ്ഞത്രേ. കുഞ്ഞെ, ഗിരിക്കുഞ്ഞ് കൊലക്കുറ്റി ഏറ്റു പറഞ്ഞതും അപ്പീലിന് പോകാൻ മനസ്സ് കാണിക്കാത്തതും ഒക്കെ അതുകൊണ്ടാണെന്ന് ആ കഞ്ചനാമ്മ ഗംഗക്കുഞ്ഞിനെ പറഞ്ഞ് ധരിപ്പിച്ചിരിക്കുന്നത്. അവര് പറഞ്ഞത് നേരാവും മാധു, അത് നേര് തന്നെയാവും. ഭർത്താവ് വാഴില്ലെനിക്ക്. നശിച്ച ജന്മം എന്റേത്. ഞാൻ ഒഴിഞ്ഞു കൊടുക്കാം. എന്റെ കിരീടം രക്ഷപ്പെടുമെങ്കിൽ ഞാൻ ഒഴിഞ്ഞു കൊടുക്കാം മാധു. എന്റെ കിരീടം, എന്റെ മുന്നുമുന്റെ അച്ഛൻ ജീവിച്ചിരിക്കുന്നെങ്കിൽ എനിക്ക് ആശ്വസിക്കാമല്ലോ. മോളെ, മോളെ എന്തൊക്കെയാ ഈ പറയുന്നേ? എനിക്ക് കിരീടനെ കാണണം. സാറേ, ശാലുകുഞ്ഞിനെ കണ്ടോ? ശാലു ഇവിടെ ഇല്ലേ? അവളെവിടെ പോയി? എന്താ മധു, അവളെവിടേക്കാ പോയത്? ജയിലിലേക്കാണെന്നാ തോന്നുന്നേ, ഗിരിക്കുഞ്ഞിനെ കാണാൻ. എന്താ പെട്ടെന്ന് വീണ്ടും? ഇന്നലെയല്ലേ അവള് പോയത്? എനിക്കൊന്നും അറിയത്തില്ല സാറേ, ഏതാണ്ടൊക്കെ പറയുന്നു കേട്ടു. എന്താ അവള് പറഞ്ഞത്? ഇന്നലെ രാത്രി ഞങ്ങൾ രണ്ടാളും കൂടെ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇടയ്ക്ക് ഗംഗക്കുഞ്ഞിന്റെ വീട്ടിലെ കാര്യങ്ങളും പറഞ്ഞു. പെട്ടെന്നായിരുന്നു ശാലുക്കുഞ്ഞിന് ഭാവം മാറിയത്. എല്ലാത്തിനും കാരണക്കാര് ശാലുക്കുഞ്ഞാണെന്നും കഞ്ചനാമ്മയും ഗംഗക്കുഞ്ഞും പറയുന്നത് പോലെ ശാലുക്കുഞ്ഞിന് ജാതകദോഷം ഉണ്ടെന്നും ബന്ധം ഒഴിഞ്ഞാൽ ഗിരിക്കുഞ്ഞെങ്കിലും രക്ഷപ്പെടുമല്ലോ എന്നും പറഞ്ഞ് ഒരുപാട് നേരം കരയുകയും പറയുകയൊക്കെ ചെയ്തു. ഗിരിക്കുഞ്ഞിനെ കാണാൻ തന്നെയാ പോയതെന്ന് എനിക്ക് തോന്നുന്നത്. സാറെങ്ങോട്ടാ? എന്റെ ഭഗവതി, കുഴപ്പമൊന്നും ഉണ്ടാകാതെ കാക്കണേ. ശാലു, നീ എന്തായി പറയുന്നത്? നിനക്ക് ഭ്രാന്താണോ? ജീവിതകാലം മുഴുവൻ ഒരു വിധവയായിട്ട് കഴിയാൻ എനിക്കാവില്ല. എനിക്ക് വിവാഹമോചനം വേണം. ശാലു, നീ ശരിക്കും ആലോചിച്ചിട്ടാണോ ഇത്? അതോ ഗംഗേച്ചിയുടെ കഞ്ചനാമ്മയുടെ ഒക്കെ കുത്തുവാക്ക് കേട്ടിട്ട്? അല്ല, ഇതെന്റെ തീരുമാനം മാത്രമാണ്. ഒരുപാട് ആലോചിച്ച ശേഷം ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്.
ഞാനിത് വിശ്വസിക്കില്ല. ശാലുവിന് ഒരിക്കലും ഇങ്ങനെയൊന്നും ചിന്തിക്കാൻ കൂടി കഴിയില്ലെന്ന് എനിക്കറിയാം. എന്തുകൊണ്ട് എന്തുകൊണ്ട് എനിക്കങ്ങനെ ചിന്തിച്ചുകൂടാ? ഗിരീട്ടിനാവാമോ? ഗിരീട്ടിന് എല്ലാം ഇഷ്ടം പോലെ ആകാമോ? എന്നെ എന്റെ മോനെയും കുറിച്ചുള്ള ചിന്തയൊന്നും ഗിരീട്ടിനുണ്ടായിട്ടില്ലല്ലോ. പിന്നെ ഞാൻ എന്തിനു ചിന്തിക്കണം? എല്ലാം എല്ലാം നിനക്കറിയാവുന്നല്ലേ ശാലു? എന്റെ സാഹചര്യം അതാ എന്നെ കൊണ്ടുപോയി ചെയ്യിച്ചത്. അപ്പൊ എന്റെ സാഹചര്യം ഒരിടം ഇല്ലാതായില്ല. എനിക്കിനി എന്താ പ്രതീക്ഷിക്കാനുള്ളത്? ശാലു, എന്നെങ്കിലും എവിടെന്നെങ്കിലും ഒരല്പം സമാധാനം കിട്ടിയിട്ടുണ്ടോ എനിക്ക്? ഞാൻ കാരണമാണല്ലോ എല്ലാം ഉണ്ടായിന്ന് പറയുന്നത്. ഒക്കെ ഞാനായിട്ട് പരിഹരിച്ചേ തീരും. എല്ലാം ഞാൻ തീരുമാനിച്ചും കഴിഞ്ഞു. നീ കാരണമാണ് എല്ലാം ആരാ പറഞ്ഞത്? കഞ്ചനാമയും ഗംഗേച്ചിയൊക്കെ എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതി നീ വെറുതെ... ആരും പറഞ്ഞിട്ടൊന്നുമല്ല, സ്വയം ബോധ്യപ്പെട്ടുകൊണ്ട് മാത്രം. എന്ത് ബോധ്യപ്പെട്ടു എന്ന്? നീ ഞാൻ പറയുന്നത് കേൾക്കണം. കേൾക്കാം. ഞാൻ എന്റെ തീരുമാനം മാറ്റുകയും ചെയ്യാം. ഗിരിയേട്ടിന് വേണ്ടി എത്ര കാലം വേണമെങ്കിലും കാത്തിരിക്കുകയും ചെയ്യാം. പക്ഷേ ഗിരിയേട്ടിന് എനിക്കൊരു വാക്ക് തരണം. അപ്പീലിന് പോകാൻ ഗിരിയേട്ട സമ്മതിക്കണം.